ഇനി നമുക്ക് ഐസ്ക്രീം കോൺ ഉണ്ടാക്കുന്നത് നോക്കാം. സാധാരണ ഐസ്ക്രീം കോൺ കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമില്ലാത്തവർ ആരും ഉണ്ടാവില്ല, എല്ലാവർക്കും നല്ല ഇഷ്ടമായിരിക്കും. നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ഉള്ള ഐസ്ക്രീം വെച്ചിട്ട് ഐസ്ക്രീം കോൺ കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പൊ ഇത് നമ്മളോട് ഐസ്ക്രീം കോൺ ഉണ്ടാക്കണത് ബ്രെഡ് കൊണ്ടാണ് ഉണ്ടാക്കണത്. ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല മുരുകിയിരിക്കും, നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആണ്. റെഡി ആക്കിയിട്ട് എടുക്കാനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല, ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല താനും. പിന്നെ ഇത് സ്റ്റോർ ചെയ്ത് വെക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീസറിൽ എടുത്ത് വെച്ചിരുന്നാൽ മതി, കുറച്ചധികം നാൾ വരെ കേടുവരാണ്ടിരിക്കുകയും ചെയ്യും. അപ്പൊ നമുക്ക് നോക്കാം ഇതേനെ റെഡിയാക്കാന്ന്. ഇനി ഇത് റെഡിയാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ് വേണ്ടത്. ഞാനിവിടെ വൈറ്റ് ബ്രെഡാണ് എടുത്തേക്കുന്നത്. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് ബ്രെഡ് തന്നെ എടുക്കണം. വൈറ്റ് ബ്രെഡ് അല്ലെങ്കിൽ മിൽക്ക് ബ്രെഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടുമല്ലോ, അങ്ങനത്തെ ബ്രെഡ് എടുക്കാം. ഇത് ഞാനിപ്പോൾ കവറിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടില്ല, കാരണം പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രെഡ് പെട്ടെന്ന് ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ ഇതാണ്ട് നീക്കി വയ്ക്കാം. അപ്പോൾ ഈ ബ്രെഡ് എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന കോലുണ്ടല്ലോ, ഇത് വെച്ചിട്ട് നല്ല കനം കുറച്ചിട്ട് പരത്തിയിട്ട് എടുക്കണം. അങ്ങനെ പരത്തിയെടുത്ത് കഴിഞ്ഞിട്ട് അത് നമ്മൾ കോണിൻ്റെ ഷേപ്പ് ആക്കിയിട്ട് എടുക്കും. കോണിൻ്റെ ഷേപ്പ് ആക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കൈ കൊണ്ട് ഒരു ക്രീം പോലത്തെ ഒരു മിക്സ് തേച്ച് കൊടുക്കും. അപ്പോൾ ആ മിക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. കോൺഫ്ലവർ അല്ലെങ്കിൽ നമുക്ക് കോൺസ്റ്റാർച്ച് എന്ന് പറഞ്ഞിട്ട് കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. ഈ പൊടിയുടെ കളർ വെള്ള കളറായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ കടയിൽ നിന്ന് കോൺ പൊടിച്ച പൊടിയും കോൺഫ്ലവർ എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. അതിൻ്റെ കളർ മഞ്ഞ കളറായിരിക്കും. അപ്പോൾ ഈ വെള്ള കളറിലുള്ള പൊടി തന്നെ എടുക്കണം. പിന്നെ പഞ്ചസാരയും വേണം. അപ്പോൾ നമ്മളിപ്പോൾ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പോൾ അത് നമുക്കണ്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അതിലേക്ക് കോൺഫ്ലവർ ചേർക്കാം. ഇത് ഞാനിവിടെ മെഷറിംഗ് സ്പൂണിലാണ് എടുക്കേണ്ടത്. ഒരു ടേബിൾ സ്പൂൺ കൂടി ചേർക്കാം. അപ്പോൾ നമ്മൾ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് കുറച്ച് തിക്കായിട്ട് വേണം മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക, അല്ലെങ്കിൽ വെള്ളം കൂടി പോകും. കാരണം ഇതിൽ പഞ്ചസാരയൊക്കെ നന്നായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് വെള്ളം മാത്രമേ ആവശ്യമുള്ളൂ, ഒറ്റയടിക്ക് വെള്ളം മുഴുവനും ചേർക്കണ്ട. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് കുറച്ചൊരു ക്രീം പോലെ നമ്മൾ മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പം കുറച്ച് വെള്ളം ഒഴിച്ചുള്ളൂ, അപ്പോൾ തന്നെ ഇതൊരു ക്രീം പോലെ ആയിട്ടുണ്ട്. ഈ കോൺസ്റ്റാർച്ച് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇങ്ങനെ ഒരു സ്റ്റിക്കി പോലെ ഇരിക്കും, മൈദപ്പൊടി മിക്സ് ചെയ്യണ പോലെ ആയിരിക്കില്ല, നല്ലൊരു ക്രീം പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മളിപ്പോൾ ഒരു ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ടാവുള്ളൂ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ പഞ്ചസാരയൊക്കെ ഇതിനകത്ത് നന്നായിട്ട് മിക്സായിട്ട് ഇത് നല്ല ക്രീം പോലെ ആയിട്ടുണ്ട്. ഇതാണ്ട് നീക്കി വയ്ക്കുക. ഇത് നമ്മൾ ഇപ്പോൾ ബ്രെഡിലേക്ക് തേക്കാൻ വേണ്ടിയിട്ട് ചെല്ലുമ്പോഴേക്കും ഇതിങ്ങനെ അടിയിൽ ഭയങ്കര ഹാർഡായിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കുന്നുണ്ടാവും. പക്ഷെ അത് കുഴപ്പമില്ല, നമ്മൾ ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. കോൺഫ്ലോർ ആയതുകൊണ്ട് തന്നെ അതിങ്ങനെ ഭയങ്കര ഹാർഡായിട്ട് ഇങ്ങനെ ഇരിക്കും. ഹാർഡെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഭയങ്കര ഇങ്ങനെ ഒരു സ്റ്റിക്കി പോലെ ഇങ്ങനെ ഒട്ടിയിരിക്കും പാത്രത്തിൽ. ഇനി നമുക്ക് ഫസ്റ്റ് ഈ മൈദ ഒന്ന് കുറുക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഒരു ഏകദേശം അളവിൽ ചേർക്കാം. ഇതിനിപ്പോൾ കറക്റ്റ് ഇത്രയ്ക്ക് അളവ് തന്നെ വേണമെന്നില്ല. ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടിയും ചേർക്കാം. ഇവിടെ നമ്മൾ പശ പോലെ കുറുക്കിയിട്ട് എടുക്കില്ലേ, അതേപോലെ കുറുക്കിയെടുക്കാം. തീ ഓണാക്കാം. ഇപ്പോൾ കുറുക്കി തുടങ്ങിയിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് വരണം. ഇപ്പോൾ നല്ല പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഭയങ്കര കൊണ്ട് കട്ടയാവാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. അതേപോലെ ഇങ്ങനെ ഒരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് എടുക്കണം. ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് ബ്രെഡ് പരത്തിയിട്ട് എടുക്കാം. ഈ ബ്രെഡിൻ്റെ ഈ 4 സൈഡൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. അത് എന്തോരം കുറച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുമോ അത്രയ്ക്ക് കുറച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഇവിടെ ബ്രെഡിൻ്റെ ഇവിടെ ഈ ഒരു സൈഡ് മാത്രം ഇങ്ങനെ ഉള്ളിലേക്ക് ഇരിക്കുമല്ലോ, അത് അങ്ങോട്ട് ഫുള്ളാണ്ട് ലെവൽ ചെയ്ത് കട്ട് ചെയ്യണോട്ടോ. പിന്നെ ഈ എഡ്ജൊക്കെ കട്ട് ചെയ്യുമ്പോൾ നല്ല കനം കുറച്ചിട്ട്
അധികം പോവാത്ത തരത്തിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. ഈ കട്ട് ചെയ്ത് നമ്മൾ മാറ്റണില്ലേ, ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയിട്ട് എടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് ഇങ്ങനെ പൊടിഞ്ഞ പോലെ കിട്ടും. എന്നിട്ട് അത് നന്നായിട്ട് ചൂടാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിരുന്നാൽ മതി. അത്യാവശ്യം നന്നായിട്ട് ചൂടാവണം കേട്ടോ. എന്നിട്ട് അത് നമുക്ക് ബ്രെഡ് ക്രംസ് ഒക്കെ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാനിവിടെ ബ്രെഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് കട്ട് ചെയ്യാം. ഇനി ഓരോ സ്ലൈസ് ബ്രെഡ് എടുക്കുക. ഈ ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ബ്രെഡ് കുറച്ച് ഹാർഡായിട്ടാണ് ഇരിക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവനിൽ വെച്ചിട്ട് മൈക്രോവനിൽ വെച്ചിട്ട് ഒന്ന് സ്റ്റീം ചെയ്തിട്ട് എടുക്കുക. പക്ഷെ നമ്മൾ ആ പാക്കറ്റിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാണ്ടിരുന്നാൽ മതി. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. ഇനി ഇത് ഞാനിവിടെ നല്ല കനം കുറച്ചിട്ട് പരത്താൻ വേണ്ടിയിട്ട് പോകണം. അത് എന്തോരം കനം കുറച്ചിട്ട് നമുക്ക് പരത്താൻ പറ്റുമോ അത്രയ്ക്ക് കനം കുറച്ചിട്ട് പരത്തിയിട്ട് എടുക്കുക. ഇതേപോലെ നല്ല കനം കുറച്ചിട്ട് പരത്തുമ്പോഴായിരുന്നാലും ഇത് നമ്മൾ ഓയിലിടുന്ന സമയത്ത് ഒട്ടും ഓയിൽ കുടിക്കില്ല. അല്ലെങ്കിൽ ബ്രെഡ് സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഓയിൽ കൂടി. കുറച്ച് ബലം കൊടുത്തിട്ട് നല്ല കനം കുറച്ചിട്ട് പരത്തും. ഞാനിവിടെ ഇതേപോലെ തന്നെ പരത്തിയിരുന്നിട്ടുണ്ട് നല്ല കനം കുറച്ചിട്ട്. അപ്പം ഈ ബാക്കിയുള്ളതെല്ലാവരും ഇതേപോലെ തന്നെ പരത്തിയിട്ട് എടുക്കുക. ഒട്ടും കനം പാടില്ല. ഇപ്പം ബ്രെഡ് എല്ലാവരും നല്ല കനം കുറച്ചിട്ട് പരത്തിയിരുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഓരോ പീസാക്കിയിട്ട് എടുക്കാം. ഞാനിവിടെ കൗണ്ടർ ടോപ്പ് വെച്ചിട്ടാണ് ചെയ്യണത്. അങ്ങനെ കനം കൂടുതൽ പോലെ തോന്നുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് കനം കുറച്ച് കൊടുത്തോ. ഇതിൽ നിന്ന് ഓരോ പീസാക്കിയിട്ട് എടുക്കുക. നമുക്ക് എങ്ങാനും കനം കൂടുതൽ പോലെ തോന്നണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് കനം കുറച്ചിട്ട് കൊടുത്തു. ഇത് നമ്മൾ കോണിൻ്റെ ഷേപ്പ് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതെങ്ങനെയാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൈറ്റ് സൈഡ് ഉണ്ടല്ലോ, ഈ സൈഡിലെ ഈ കോർണർ ഉണ്ടല്ലോ, ഇത് നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്യും. ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ആ സെയിം കോർണറിൻ്റെ തന്നെ അറ്റത്ത് ഉണ്ടല്ലോ അവിടേക്ക് അങ്ങോട്ട് മുട്ടണ്ട. അവിടെ നിന്ന് ഒരു കുറച്ച് ഒന്ന് വിടിയിച്ചിട്ട് ഇങ്ങനെയാക്കാം. നമുക്കിങ്ങനെ മടക്കുമ്പോൾ അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പ് വരും. അപ്പോൾ അതിന് മുമ്പായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മടക്കണേൻ്റെ ഈ സൈഡ് ഉണ്ടല്ലോ, ഇവിടെ നമുക്ക് കുറച്ച് മൈദയുടെ പേസ്റ്റ് തേച്ച് കൊടുക്കാം. പിന്നെ അത് നമ്മൾ കോണിൻ്റെ ഷേപ്പ് ആക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമുക്ക് എവിടെയെങ്കിലൊക്കെ ചെറിയ ഗ്യാപ്പ് പോലെ തോന്നിട്ടുണ്ടെങ്കിൽ അവിടേക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് ഈ സൈഡ് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ സൈഡിൻ്റെ ഈ കോർണറിൽ നിന്ന് അതിങ്ങനെ ഫോൾഡ് ചെയ്യുക. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ എൻഡ് വരെ എത്തരുത് കേട്ടോ. എൻഡ് വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് മടങ്ങിയ പോലെയാവും, നമുക്ക് ഷേപ്പ് കിട്ടില്ല. ഇത്രയും വരെ അയക്കാൻ മതി. ഇപ്പം നമുക്കിങ്ങനെ കാണുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു കോണ്ടർ ഷേപ്പ് പോലെ തോന്നണില്ലേ. എന്നിട്ട് ഇങ്ങനെ വയ്ക്കുക. അതിനെ ഒന്നും കൂടി അങ്ങോട്ട് ഫോൾഡ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ മൈദ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് വെച്ചിട്ട് ആ സൈഡ് അങ്ങോട്ട് ഒട്ടിക്കോളും. പിന്നെ ഇതിൻ്റെ ഈ അടിയിൽ ഇത് വരുന്നില്ലേ, അവിടെയും ഒന്ന് നല്ല ഷേപ്പാക്കിയിട്ട് അവിടെ നന്നായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അവിടെ ചിലപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഗ്യാപ്പ് പോലെ തോന്നുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് പതുക്കെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി. ബ്രെഡ് ഉണ്ടല്ലോ, അപ്പോൾ അത് അമർത്തുമ്പോൾ അതങ്ങോട്ട് റെഡി ആയിട്ട് വന്നോളൂ. ഇതേപോലെ പിന്നെ ഇവിടെ നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇത് കൈയുടെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കൈയിട്ടിട്ട് ഇവിടേക്ക് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ മൈദ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ അവിടെ, മൈദയുടെ പേസ്റ്റ്, അപ്പോൾ അത് ഒട്ടിയിരുന്നോളും. അപ്പോൾ ഇതൊരു കോണ്ട ഷേപ്പായിട്ടില്ലേ, ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ലെയർ ഇരിക്കുന്നുണ്ടാവും, അതിനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഓയിലിടുന്ന സമയത്ത് അതുകൊണ്ട് വിട്ടുപോരും. അപ്പോൾ ഇത് ശരിക്കും ഇപ്പോൾ ഒരു കോണ്ട ഷേപ്പാക്കിയിട്ട് കിട്ടിയിട്ടില്ലേ. അപ്പോൾ ഇതേപോലെ ഷേപ്പാക്കിയിട്ട് എടുക്കണം. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രെഡ് സോഫ്റ്റ് ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഓയിലിലേക്ക് ഇടുമ്പോൾ ചിലപ്പോൾ ഈ സൈഡും ഈ സൈഡും ചെറുതായിട്ട് അങ്ങോട്ട് ഒട്ടിയ പോലെ അങ്ങോട്ട് വരും. അപ്പോൾ നമുക്ക് ഇവിടെ ശരിക്കാണ്ട് തുറന്നിരിക്കില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേപോലത്തെ ഒരു സ്റ്റീലിൻ്റെ
ഇതേപോലത്തെ ഒരു ചെറിയൊരു എന്താ പറയുന്നതിന് ഒരു ചെറിയൊരു ഇങ്ങനത്തെ ഒരു സാധനമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതേപോലത്തെ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ എന്തെങ്കിലും ഒരു സാധനം വെക്കാം. ഗ്ലാസിൻ്റെ ഒന്നും വെക്കരുത് കേട്ടോ. ഇത് നമ്മൾ ഓയിലിലേക്ക് ഇത് വെച്ചിട്ട് ഇടും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ട വഴിക്കാൻ നമ്മൾ ഈ സാധനം എടുത്ത് മാറ്റും. ഇത് സ്റ്റീലാണല്ലോ, അപ്പോൾ കുഴപ്പമില്ല. നമ്മൾ കറിയൊക്കെ ഇളകാനൊക്കെ ആയിരുന്നാലും എപ്പോഴും സ്റ്റീലിൻ്റെ സാധനങ്ങൾ ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷേ ഓയിലിട്ടിട്ട് കുറേ നേരം ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നമ്മളൊന്ന് ഇട്ട് ഒന്ന് ചൂടായി കഴിയുമ്പോൾ തന്നെ നമ്മൾ ഈ സാധനം എടുത്ത് മാറ്റും. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെക്കും. അപ്പോൾ നമുക്ക് ഈ മുകളിലെ ഷേപ്പ് പോവാണ്ട് കിട്ടും. അല്ലെങ്കിൽ ഞാനിത് ഉണ്ടാക്കി നോക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ ഷേപ്പ് ഇവിടെ നിന്ന് നമുക്ക് കണ്ട അത്രയും കറക്റ്റായിട്ട് കിട്ടിയില്ല. ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുക, കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ ഓയിലിലേക്ക് ഇടും. അപ്പോൾ അത് ഓയിലിലേക്ക് ഇടാൻ പോണതിന് മുമ്പ് ഈ നമ്മൾ കോൺഫ്ലവറിൻ്റെ പേസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടില്ലേ, അത് ഇതിൻ്റെ മുകളിൽ കൈ കൊണ്ട് എല്ലായിടത്തും നമുക്കൊന്ന് തൂത്ത് കൊടുക്കാം. ഇതിൽ നിന്ന് ഓരോ ബ്രെഡാക്കിയിട്ട് ഇടുക. എന്നിട്ട് ഈ മിക്സ് ഉണ്ടല്ലോ, ഈ മിക്സ് നമുക്ക് കൈ കൊണ്ട് തൂത്ത് കൊടുക്കാം. എനിക്ക് അതാണ് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നിയത്. ഇതിങ്ങനെ നല്ലൊരു പേസ്റ്റ് പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തൂത്ത് കൊടുക്കുക. ഭയങ്കര തിക്കായിട്ട് അങ്ങനെ നമ്മൾ തേച്ച് കൊടുക്കണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് ആവുന്ന രീതിയിലൊന്ന് തേച്ച് കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിലേക്ക് തേക്കണ്ട കേട്ടോ, പുറത്ത് തന്നെ തേച്ചാൽ മതി. ഉള്ളിലേക്ക് കുറച്ച് ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ നമ്മൾ തേച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇരുന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് പെട്ടെന്ന് ഒന്ന് ഡ്രൈ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതാണ്ട് നീക്കി വയ്ക്കാം. ഇനി ബാക്കിയുള്ളതെല്ലാവരും ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഇങ്ങനെ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇനി ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഓയിൽ നന്നായിട്ട് ചൂടാക്കാം. ഓയിൽ നന്നായിട്ട് ചൂടാവണം. നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോൾ പിന്നെ തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കണം. കാരണം ഇതൊരു ചെറിയ തീയിലിട്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് മാത്രം തീ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചാൽ മതി. അപ്പോൾ ഇത് ഇരുന്നിട്ട് നമ്മൾ ആ തേച്ചേക്കണ പഞ്ചസാരയുടെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതുമ്പോൾ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം നിങ്ങളൊന്ന് വെക്കണം കേട്ടോ, ഒന്ന് സെറ്റായിട്ട് വരാൻ വേണ്ടിയിട്ട്. കുറേ നേരം വെക്കണ്ട, പെട്ടെന്ന് ആയിക്കോളും. ഒരു 7 മിനിറ്റൊക്കെ മതിയാവും നമുക്ക്. ഇനി അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാനിവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായില്ലേ, ഇതേപോലെ ഒരു സ്റ്റീലിൻ്റെ ഒരു ഇത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുക. ഇത്രയാണ് ബലം വേണ്ട. അപ്പോൾ അതിങ്ങനെ ഇരുന്നോളൂ. നമ്മൾ ഓയിലിട്ട വഴിക്കന്നെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ തീർത്ത് മാറ്റും കേട്ടോ. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ പോണേ. ഇത് ഈ ഓയിലിലേക്ക് ഇടാം. ഓയിൽ ഇതിൻ്റെ മുകളിലേക്ക് ഒന്നുകൂടെ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ഇതങ്ങോട്ട് ചൂടാവുമല്ലോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് സ്റ്റീലിൻ്റെ പാത്രം എടുത്തുകൊണ്ട് മാറ്റുകയും ചെയ്യാം. ഇനി നമുക്ക് സ്റ്റീലിൻ്റെ പാത്രം എടുത്ത് മാറ്റാം. ജസ്റ്റ് നമുക്കന്ന് ആ ഷേപ്പ് കിട്ടണം. അത് ഓയിലിലേക്ക് ഇട്ട് കഴിക്കാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ 2 സൈഡും കൂടിയിട്ടാണ് കൂടിപ്പോവും. പിന്നെ നമ്മൾ മുകളിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കണ്ട, പിന്നെ തിരിച്ച് മറിച്ചിട്ടാൽ മതി. പിന്നെ ഒരു സൈഡ് നന്നായിട്ടാണ് മുരിഞ്ഞായിട്ട് മറ്റേ സൈഡ് തിരിച്ചിട്ടാൽ മതി. അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ ആയിരുന്നാലും ചിലപ്പോൾ ഉള്ളിലേക്കാണ്ട് പോകും. അത് നമ്മൾ എടുക്കണ സമയത്ത് ഒട്ടും ക്രിസ്പി ആയിട്ടല്ലട്ടായിരിക്കുക, ചെറുതായിട്ട് സോഫ്റ്റായിട്ടായിരിക്കുക. പക്ഷെ അത് ചൂടാറി കഴിയുമ്പോഴാണ് അത് ക്രിസ്പി ആയിട്ട് വരാം. ഇപ്പോൾ ഞാനിവിടെ ഈ പാത്രത്തിലാണല്ലോ എല്ലാം കൂടി വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് എടുക്കുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ അടിയിൽ പിടിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ വിട്ടു പോകണില്ല. അപ്പോൾ നിങ്ങളത് വെക്കുമ്പോൾ അതിൻ്റെ അടിയിൽ വേറെ എന്തെങ്കിലും ഒരു ഒട്ടി പിടിക്കാത്ത രീതിയിൽ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. പക്ഷേ അങ്ങനെ വിട്ടൊന്നും പോകണില്ല കേട്ടോ. പക്ഷെ ചെറുതായിട്ട് ഇങ്ങനെ ഒട്ടി പിടിക്കുന്നുണ്ട്. അത് കുറച്ചൊരു കോൺഫ്ലവർ അങ്ങനെ വെതറി കൊടുത്തിട്ട് അങ്ങനെ വെച്ചാലും മതി. സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഒന്നും കൂടി ഒരു കുഴി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും സ്പൂൺ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ കുഴപ്പമില്ല. ചിലതങ്ങനെ ചിലപ്പോൾ ഉള്ളിലേക്ക് ഞാൻ ഒട്ടി പോയിട്ടുണ്ടാവും ഇതിൻ്റെ അടിയിൽ. ഇപ്പോൾ ചൂടുണ്ട്. അപ്പോൾ ചൂടാറിനതിന് മുമ്പ് ഒന്ന് ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി ഇങ്ങനെ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നല്ല സ്പേസ് കിട്ടും നമുക്ക്.
പിന്നെ ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ചൂടോട് കൂടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം. ചിലതിൻ്റെ ഓട്ടയെങ്ങാനും ചിലപ്പോൾ ഇവിടേക്ക് നന്നായിട്ട് വിടർന്നിരിക്കും, ഉള്ളിലേക്ക് ചിലപ്പോൾ അങ്ങോട്ട് കൂടി പോയിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ ബ്രെഡും കൊണ്ടുള്ള ഐസ്ക്രീം കോൺ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ചൂടാറി തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് ഉണ്ടാക്കിയതൊക്കെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇത് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുക. നല്ല മുരിഞ്ഞ ഒരു സൗണ്ടില്ലേ, അത് നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വരും. ഇതിൻ്റെ ഉള്ളിലായിരുന്നാലും അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ ഉണ്ട് നമുക്ക് ഐസ്ക്രീം വയ്ക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ള ഐസ്ക്രീമാണ് വെച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും നല്ല ടേസ്റ്റാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ കോണിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന്. അപ്പോൾ ഇത്രയ്ക്ക് ഇത് വെച്ചിട്ട് ഞാനിപ്പോൾ ഇവിടെ 8 ഉണ്ടാക്കിയേക്കണത്. ഇനി ആ പുറത്ത് വയ്ക്കുന്ന പഞ്ചസാരയുടെ ആ മിക്സിങ് ഒരു 2 കൂടി ഉള്ളത് ബാക്കിയുണ്ടാവും. അപ്പോൾ നമ്മൾ അത്രയ്ക്ക് മിക്സിങ് എടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 ഉണ്ടാക്കാനുള്ളതുണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടിയിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കണ റെസിപ്പിയാണത്. ഇതേപോലെ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ രാവിലെ ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ ഇങ്ങനെ തോന്നി. ഇപ്പോൾ രാവിലെ പോയി ഞാൻ കടയിൽ പോയി ബ്രെഡൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ ട്രൈ ചെയ്തു. അപ്പം ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്തത് ഇതായിരുന്നു. ഇതിൻ്റെ ഒരു ഷേപ്പ് വേണ്ട, ഇത് കാണാനൊന്നും ഒരു ഭംഗിയില്ലല്ലോ. ഇത് ഞാൻ ആ ഉള്ളിൽ ആ പാത്രം വയ്ക്കാണ്ട് ഇട്ടു, പിന്നെ അത് കരിഞ്ഞും പോയിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ട, ഇതൊരു ഷേപ്പൊന്നും ഇല്ലാണ്ട് ഒരു ഭംഗിയില്ലാണ്ടാണ് ഇത് കിട്ടിയത്. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് അങ്ങനെ ഉള്ളിൽ പാത്രം വെച്ചിട്ട് ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട് വിചാരിച്ചത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ കഴിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഞാൻ ട്രൈ ചെയ്തത്.